അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ മുറുകെ പിടിച്ചതാണ്, ഇഷ്ടപ്പെട്ടതാണ്, ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയതാ. അല്ലാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നമസ്കാരമാ. ളുഹറിന്റെ ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്. അൻ അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി 4 ബഅദ അൻ തസൂല الشمس قبل الظهر وقال إنها ساعة تفتح فيها أبواب السماء وأحب أن يسعد لي فيها عمل صالحا. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്ന രണ്ടാമത്തെ കാര്യമെന്താ? അബ്ദുല്ലാഹി ഇബ്നു സ്വായിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സുബ്ഹിക്ക് അതാ ളുഹറിന് മുമ്പുള്ള സുന്നത്ത്, ളുഹറിന്റെ ഫർദിന് മുമ്പുള്ള സുന്നത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു. അവിടുന്ന് കൃത്യമായി നിസ്കരിക്കുമായിരുന്നു. അതാ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാ. എന്തുകൊണ്ടാണ് ളുഹറിന്റെ ഫർദിന്റെ മുമ്പ് റസൂലുള്ളാഹി തങ്ങളെ സുന്നത്ത് നിസ്കരിച്ചത്? അതിന്റെ കാരണമായിട്ട് പ്രവാചകൻ അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകന് ചെയ്യുമായിരുന്നു, ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ സ്വഹാബത്തിനോട് പറയുമ്പോ അവര് ചോദിക്കുന്നു, നബിയേ കാരണമെന്തേ നബിയേ, കാരണമെന്തേ നബിയേ? ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയമാ. ളുഹറിന്റെ ഫർദിന് തൊട്ട് മുമ്പുള്ള സമയം. അപ്പോഴാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിലൂടെ ഒരു സൽക്കർമ്മം, അതിലൂടെ ഒരു സൽക്കർമ്മം, കർമ്മങ്ങൾ കയറി പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫർദിന്റെ ളുഹറിന്റെ ഫർദിന്റെ മുമ്പ് ആ സമയത്ത് ആകാശത്തിന്റെ കവാടം തുറക്കുമ്പോ എന്റെ ഒരു നന്മ കേറിപ്പോകാൻ ആ തുറക്കുന്ന കവാടം, ആകാശ കവാടം തുറക്കുമ്പോ അതിലൂടെ എന്റെ ഒരു നന്മ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്വഹാബ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ളുഹറിന്റെ മുമ്പുള്ള സുന്നത്തിന് വല്ലാത്ത പ്രാധാന്യം നൽകി. അതുകൊണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുമ്പോ നാളെ മുതൽ ഒരു നന്മ നീയും പറഞ്ഞുവിട്, ഒരു സൽക്കർമ്മത്തെ നീ ആകാശത്തേക്ക്, പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് നിന്റെ നന്മകൾ കേറി പോകുമ്പോ ഒരു നിസ്കാരം കടന്നു പോകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചെയ്തിരുന്ന രണ്ടാമത്തെ കാര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ അന്നിസാ വത്തയ്യിബു വജഅല ഖുറത്തു ഐനി ഫിസ്സലാ. പറയുന്നത് മുത്തുനബിയാ, പറയുന്നത് മുത്തുനബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, എന്തുകൊണ്ടാണ് ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അത് നിസ്കരിക്കണം? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം എന്താ? ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയം, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയം. അതുകൊണ്ട് ആ കവാടത്തിലൂടെ ഒരു നന്മ കയറ്റിവിടാൻ, ബാക്കിയുള്ള സമയത്തൊക്കെ അടച്ചിട്ടിരിക്കല്ലേ.
ബാക്കിയുള്ള സമയത്ത് ആകാശത്തിന്റെ കവാടം അടച്ചിട്ടിരിക്കല്ലേ. കേറി പോകണമെങ്കിൽ അവിടെ നിൽക്കുന്ന മലക്ക് ടെസ്റ്റ് ചെയ്യണം. അവിടെ നിൽക്കുന്ന മലക്ക് നിന്റെ ദിക്റും നിന്റെ നിസ്കാരവും നിന്റെ ദുആയും പരിശോധിച്ചിട്ടേ കയറ്റിവിടത്തുള്ളൂ. അപ്പോ ആ തുറക്കുന്ന സമയം ഇല്ലേ, വെള്ളിയാഴ്ച ജുമയ്ക്ക് ആള് കൂടി കഴിഞ്ഞാൽ പള്ളി പൂട്ടും. അപ്പൊ നേരത്തെ ഇവരും പൂട്ടുന്നതിന് മുമ്പ് ചാടി കയറണ്ടേ മനുഷ്യന്മാരെ. ഇതൊക്കെ പഠിക്കണം. അപ്പൊ ആ വാതിൽ തുറക്കണ സമയത്ത് വേണം വാക്സിൻ എടുക്കാൻ ഓടിപ്പോണത് പോലെയൊക്കെ എല്ലാവരും ഇല്ലേ. അപ്പൊ ഓടി കയറിക്കോണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.